2025 ഐഡന്റിറ്റി എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിലൂടെ ഈ ഒരു വർഷത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനുവരി 3 നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ട് തരുന്നുണ്ട്. കൊച്ചു ചിത്രങ്ങൾ തന്നെയാണ്. അക്കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ കുറിച്ചാണ്. വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ്. പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കണ്ടം ക്രിക്കറ്റുകളെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തമാശകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചിത്രമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും ഉറപ്പിച്ചിരിക്കുകയാണ്. ജനുവരി 3 ഇന്നാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കോ എന്ന് പറയുന്ന ക്രിസ്മസ് ചിത്രവും അതോടൊപ്പം തന്നെ റൈഫിൾ ക്ലബ്ബ് അതോടൊപ്പം തന്നെ 2025 പുറത്തിറങ്ങിയ ഐഡന്റിറ്റി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സിനിമകൾക്കെല്ലാം തന്നെ തിയേറ്ററുകൾ കുറഞ്ഞതെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് ഗംഭീര ഒരു ട്രെയിലർ തന്നെ അണിയിച്ചൊരുക്കാൻ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവിട്ട അരികിലായി KS ചിത്ര ആരംഭിച്ച ഗാനവും ഹൃദയഹാരിയായ ഒരു കഥയായിരിക്കും എന്ന് ഉറപ്പു തരുന്നുണ്ട്. നാട്ടിന് പുറത്തെ കണ്ടം ക്രിക്കറ്റ് കളി എങ്ങനെ ഒരു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് രസകരമായി പറയുകയാണ് ഈ ഒരു സിനിമ. സക്കറിയ ആദ്യമായി നായകനായിട്ട് എത്തുന്നു എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ട്. വൈറസ് തമാശ എന്നീ സിനിമകളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾക്ക് ശേഷം സക്കറിയ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. നവാഗതനായ സംവിധായകൻ ഷമി മൊയ്തീൻ ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ സക്കറിയയ്ക്കൊപ്പം തന്നെ വലിയ താരനിര എന്നെ ചെറുതും വലുതുമായിട്ടുള്ളവർ അണിനിരന്നിട്ടുണ്ട്. ഹരിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സൽമാൻ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സക്കറിയയ്ക്ക് പുറമെ അൽതാഫ് സലീം, നസ്ലിൻ, ജമീല സലീം, സച്ചിൻ ചെറുകേര്, സരസ ബാലുശ്ശേരി, രഞ്ജി കൺസോൾ, വിജിരേഷ്, ബാരൻ പാറയ്ക്കൽ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖർ ചെറുതുമായിട്ടുള്ള താരങ്ങളൊക്കെ അണിനിരക്കുന്നുണ്ട്. നിഷാദ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ശ്രീഹരി നായർ ഈണം പകർന്നിട്ടുണ്ട്. ഗോവിന്ദ് വസത, ബെന്നി ഡയാൻ, DJ ശേഖർ, ചിത്ര തുടങ്ങിയവരാണ് ചിത്രത്തിന് വേണ്ടി ഗാനം ആരംഭിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ഈ ഒരു കൊച്ചു ചിത്രം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.